ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ലബാബ്ദർ ആണ്. കഴിക്കാൻ വളരെയധികം ക്രീമി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതേ പനീർ ലബാബ്ദർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചേഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിൽ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു കറുവപ്പട്ട, 3 ഏലക്കായ, 4 ഗ്രാമ്പു, 10 എണ്ണം ഈ മുഴുവൻ കുരുമുളകില്ലേ അതൊരു 10 എണ്ണം അത് ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് നല്ലപോലെ ചൂടായി ഒന്ന് പൊട്ടി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ടുള്ള ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്കായും ഒക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മീഡിയം സൈസ് വലിപ്പമുള്ള 3 സവാള ചേർത്ത് കൊടുക്കാം. ഇതിനൊപ്പം തന്നെ 8 അല്ലി വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത്, 2 പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് നല്ലപോലെ വാടി വരട്ടെ. അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വഴന്ന് വരട്ടെ കേട്ടോ. അതിനുശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 10 അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇനി പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അപ്പോൾ അതേ പൊടികളായിട്ട് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിക്ക് പകരമായിട്ട് 1/2 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, സാധാ മുളക് പൊടി അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഈ മുളക് പൊടി ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്കിത് കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്ത് ഇത് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള കാശ്മീരി മുളക് പൊടി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, ഈ പനീർ ലബാബ്ദറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 4 ഇച്ചിരി വലിപ്പമുള്ള കേട്ടോ തക്കാളിയാണ്, ഇച്ചിരി പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള തക്കാളി നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. മസാലയും തക്കാളി നല്ലപോലെ മിക്സായി വരണം. അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള തക്കാളി നല്ലപോലെ വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ തക്കാളി വേവിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇടയിൽ 2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി, വെറുതെ വീഡിയോ വലിച്ച് നീട്ടണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതേ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം ഇതൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. എന്നിട്ടിത് വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് നോക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി വരണം, തിക്കായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ അടച്ചു വെച്ചതിന് ശേഷം ഇടയിലൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇടയിലൊന്ന് അത് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടൈമിലൊക്കെ ലോ ഫ്ലെയിമിലാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം. ഇതിനെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതേ നമ്മുടെ കറിയുടെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ പോലെ ഞാനൊരു ചേഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതേ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് ഉരുകി വരട്ടെ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി അല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടാറിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി സവാള ആ ഒരു പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാറിലത്തെ ബാക്കി അരപ്പെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതല്ലാണ്ട് എക്സ്ട്രാ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൊരു കണക്കാണ് പറഞ്ഞത്. അര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കാരണം നമ്മുടെ ഗ്രേവി കണ്ടില്ലേ നല്ല തിക്കല്ലേ, കുറച്ചും കൂടി ലൂസ് ആവണം, എന്നാൽ തീരെ വെള്ളം പോലെ ആവരുത്. അപ്പോൾ ആദ്യം ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് നല്ല പോലെ ചൂടായി വരട്ടെ. അപ്പോൾ അതേ കറിയിലേക്കുള്ള ഈ ഗ്രേവി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ടൈമിൽ ഞാനിതിലേക്ക് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് വീണ്ടും നല്ലപോലെ തിളച്ച് വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഗ്രേവി നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള 1/4 കപ്പ് പനീർ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 ഗ്രാം പനീറാണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവെല്ലാം കറക്റ്റല്ലേ നോക്കുക. നമ്മൾ ഇട്ട് കൊടുത്തുള്ളതെന്ന് പറയുമ്പോൾ സവാള വാട്ടുന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അളവ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാൻ നോക്കിയപ്പോൾ അളവ് ഇച്ചിരി കുറവാണ്. അപ്പോൾ ഞാനിതിന് ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള 400 ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഞാൻ ടോട്ടൽ 1 കിലോ പനീറാണ് എടുത്തിട്ടുള്ളത്. അതിൽ 100 ഗ്രാം ഗ്രേറ്റ് ചെയ്തെടുത്തു. ബാക്കി 400 ഗ്രാം ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റോളം ഇതിങ്ങനെ കിടന്ന് കുക്കായി വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഫൈനലായിട്ട് കുറച്ച് പൊടികൾ ചേർക്കാനായിട്ട് നോക്കാം. 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും കറി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഫൈനലി ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പനീർ ലബാബ്ദർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. കഴിക്കാൻ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറിയാണ് കേട്ടോ. ഈ ഒരു കറി കാണുമ്പോൾ നമുക്ക് പനീർ ബട്ടർ മസാല പോലെ തോന്നെങ്കിലും ടേസ്റ്റ് വളരെയധികം ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് നമുക്ക് ചപ്പാത്തി, അതുപോലെ തന്നെ ഫുൾക്കീല്, അത് പൊറോട്ട, നാൻ, അതിനൊക്കെ ഒപ്പം ഭയങ്കര കോമ്പിനേഷനായുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, ഗീ റൈസ്, അതിനൊക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.